ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്തെന്ന് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റും ക്യാബേജും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യമേ തന്നെ അതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനൊരു തീരെ ചെറിയ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവാള, ഇത്രയും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത് കൂടെ ഉണ്ട്, ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുകും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ വെജിറ്റബിൾസ് കുറവായതുകൊണ്ടാണ് ഈ അളവിൽ തേങ്ങ എടുക്കുന്നത്. ഇനി അതിലോട്ട് 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ് വെന്തോ ഇല്ലയെന്ന് നോക്കാം. ഏകദേശം 7 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളും ഓപ്പൺ ചെയ്ത് നോക്കാം. വെജിറ്റബിളും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതും നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ മസാലയൊക്കെ പിടിച്ചു കാണും. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റും ക്യാബേജും മിക്സ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. എനിക്ക് ഏതായാലും ഇത് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കും ഇത് ഒരുപാട് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.